ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പം ഞാൻ എൻ്റെ പെരയിലാണല്ലോ ഉള്ളത്. കഴിഞ്ഞ വീഡിയോ ഒക്കെ അവിടുത്തതും ഇവിടുത്തതൊക്കെ ആയിട്ടാണ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടുത്തെ വീഡിയോ ആണ് കേട്ടോ. ഇവിടുത്തെ അറിയണം ഞങ്ങൾ ഇന്ന് രാത്രി തിരിച്ചു പോകും. അപ്പോൾ വൈകുന്നേരം മുതലുള്ള വീഡിയോ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇതാ ചായ പരിപാടിയിലാണ് കേട്ടുള്ളത്. രാത്രിക്കത്തെ ചോറാക്കണം. അപ്പോൾ ഇക്ക വരുന്നുണ്ട് നമ്മളെ കൂട്ടാൻ. അപ്പോൾ എന്താണ് ഇന്ന് മന്തി ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മന്തീൻ്റെ റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഹോട്ടലിലെ മന്തിയല്ല, നമ്മളെ വീട്ടിലെ മന്തിയാണ്. വീട്ടിലെ മന്തി റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണമെന്നും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാനിതാ വൈകുന്നേരം ഉമ്മ പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ചായക്ക് കുട്ടികളെല്ലാവരും ഉള്ളതല്ലേ വിചാരിച്ചിട്ട് വാങ്ങിയിട്ട് വന്നതേനി കേട്ടോ. അപ്പോൾ പൊറാട്ട അതാ തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ ചെറുപയർ തേങ്ങ അരച്ച കറിയും നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇതാ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പൊറാട്ട പിന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നതേനു. അപ്പോൾ ഓരോ ഭാഗത്തുനിന്ന് ഓരോരുത്തർ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതാ മന്തീൻ്റെ പരിപാടിയിലാണ്. ഉമ്മ പണിക്കൊക്കെ പോയി വന്നിട്ട് ഇനിയിപ്പോൾ എല്ലാം കൂടെ ഉമ്മാക്കാവില്ല വിചാരിച്ചിട്ട് അത് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചിക്കൻ്റെ മന്തിയാണ്. ഞാൻ മസാല പെരക്കണതിന് മുന്നേ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ഞാനിതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി, ഒരു മുട്ട പൊട്ടിച്ചത്, പിന്നെ ഒരു ഇത്തിരി മൈദപ്പൊടി അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ മസാല പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടേ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാനൊരു മൂഡില്ലേനി. പിന്നെ എന്തായാലും വേണ്ടിയില്ല വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ തുടങ്ങിയതേനി കേട്ടോ. അപ്പോൾ അതാ ഞാൻ അടുപ്പത്തു നിന്നാണ് പൊരിക്കണത്. ഉമ്മ നല്ല തീയൊക്കെ കത്തിച്ച് ഉഷാറാക്കി തന്നിട്ടുണ്ടായിന്. അപ്പോൾ 2 ചകിരിയും ചിരട്ടയൊക്കെ ഇട്ടങ്ങോട്ട് കൊടുത്താൽ നല്ലൊരു കനമുള്ള കൊള്ളിയും കൂടെ വെച്ച് കൊടുത്താലേ നല്ല ചട്ടി ചൂടായി എണ്ണയും ചൂടായാൽ ഗ്യാസിനേക്കാളും എളുപ്പത്തിൽ തന്നെ വേഗം അടുപ്പത്ത് തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടേനു. അപ്പോൾ അതവിടെ പെരക്കി വെച്ച് ചട്ടി അടുപ്പത്ത് വെച്ചാണ്. അപ്പം പറഞ്ഞു എന്നാൽ ചായ കുടിച്ചോ, എണ്ണ ചൂടാകുമ്പോഴത്തേക്കും വന്ന് ചായ കുടിച്ചോ എന്നിട്ടൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനും ഒരു പൊറാട്ടയും കുറച്ച് മീൻ കറീൻ്റെ ചാറും ചെറുപയർ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ച് വന്നിട്ട് വേണം ഒന്ന് ചിക്കനൊക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ചായ കുടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാ പിന്നെ എണ്ണയൊക്കെ നല്ല ചൂടായി. ഉമ്മ ഫസ്റ്റത്തെ ട്രിപ്പ് ചിക്കൻ പൊരിക്കാനുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇത് വല്ലാണ്ട് അങ്ങോട്ട് പൊരിഞ്ഞ് വരണ്ട കേട്ടോ. ഒരു പകുതി മുക്കാൽ പാകത്തിനൊന്ന് പൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഞാൻ അതവിടെ പൊരിയുന്നുണ്ട്. ഇപ്പുറത്തത് നമ്മൾ മന്തീൻ്റെ അരി കഴുകിയിട്ട് അളന്ന് കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ജഗ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് നല്ലോണം ഒന്ന് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10-20 മിനിറ്റ് 20-30 മിനിറ്റൊക്കെ ഒന്ന് പൊതിർത്തിയിട്ട് പിന്നെ നമ്മളൊരു ഓട്ടപാത്രത്തിലേക്ക് ഊറ്റി വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ നല്ല കളിയിലാണ്. ഇവർ കണ്ടാൽ പിന്നെ പൊളിച്ചിടുന്ന കളിയായി കേട്ടോ. അപ്പോൾ ഉമ്മ ഇപ്പോൾ എനിക്കും അജുവിനും കൊണ്ടുപോകാനുള്ളത് ഓരോന്ന് പാക്കാക്കിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. ഉമ്മാക്ക് ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തന്നു വിടാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉമ്മ ഇങ്ങനെ ഓരോ രണ്ടാൾക്കുള്ളത് ഇങ്ങനെ ഓരി വെച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ പൊരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ മന്തീൻ്റെ ചെറിയൊരു മസാല ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും ക്യാപ്സിക്കം ഞാൻ ഒരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണക്കമുളക് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ റെഡിയാക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് ഉള്ളി ഇട്ടപ്പോൾ ഒന്ന് അതിൻ്റെ ആവി കയറിയിട്ടാണ് കേട്ടോ ചെറുതായിട്ടൊരു മങ്ങൽ വരുന്നത്. അപ്പം ഞാനിത് കോഴി പൊരിച്ച എണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കോഴി പൊരിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ഓയിലെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതാ ആ ഒരു ഓയിലിലേക്ക് തന്നെ നമ്മൾ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അധികം ഉള്ളിയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. അതിങ്ങനെ കൊത്തി അരിയൂലേ, നമ്മൾ ചോപ്പറിലിട്ട് വലിച്ചെടുത്താൽ ആ ഒരു പാകത്തിന് കിട്ടും കേട്ടോ. അപ്പം ഞാനതൊന്ന് ഗ്യാസുമെന്നാണ് ആക്കുന്നത്. അപ്പം അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പം നിച്ചുമോക്കൊന്ന് അത് വാട്ടി ഇളക്കാനൊക്കെ ഒരു പൂതിയായിട്ട് ഇപ്പോൾ വന്നിക്കണം. എന്തായാലും അങ്ങോട്ട് വാട്ടട്ടെ വിചാരിച്ചിട്ടോ. അപ്പോൾ അതൊന്ന് പകുതി വാടി വന്നപ്പോഴത്തേക്കും ഞാൻ ക്യാപ്സിക്കും അതുപോലെ തന്നെ ഒന്ന് ചോപ്പറിലിട്ടിട്ട് വലിച്ചെടുത്തതേനു. അപ്പോൾ അതും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. സാധാരണ ചിക്കൻ വെറുതെ പൊരിച്ച് വെച്ചിട്ട് മന്തി റൈസും ആക്കിയിട്ട് കഴിക്കലുണ്ടല്ലോ,
അങ്ങനത്തേനെക്കാട്ടും നമുക്ക് ഇവിടെ എല്ലാവർക്കും മക്കൾക്കും ഒക്കെ ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. കുട്ടികൾക്കും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ആക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ സാധാരണ ബാവലി ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾ പുരയിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കല്. അതാണ് പിന്നെ ഞാൻ ഇവിടുന്നും അങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ക്യാപ്സിക്കം കൂടെ നല്ലോണം ഒന്ന് വാടി വന്നു. ഇനി അധികം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതുപോലെ കുറച്ച് പച്ചമുളക് പേസ്റ്റ് ആക്കിയത്, പിന്നെ മല്ലിച്ചപ്പ് ഒക്കെ അപ്പം തന്നെ അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട പൊടികളും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കാശ്മീരി മുളകും പൊടിയാണ് ചേർക്കുന്നത്. സാധാ മുളകും പൊടി വേണമെന്നില്ല, നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരു ഇത്തിരി കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ എന്താണ് മന്തീൻ്റെ മസാല, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളെ മാഗി അല്ല ചിക്കൻ ക്യൂബില്ലേ, മാഗി എന്നൊക്കെയാണ് പറയുന്നത്, ചിക്കൻ്റെ ക്യൂബും ഒക്കെ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരിത്തിരി ചിക്കൻ മസാല ചേർക്കാം കേട്ടോ. ചിക്കനിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് നല്ലോണം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി വഴറ്റിയെടുക്കുക. പിന്നെ ഇതിൽ മസാലയിലേക്ക് മെയിനായിട്ട് വേണ്ടത് കാശ്മീരി മുളക്, ഉണക്കിയ കാശ്മീരി മുളക് ഉണ്ടാവുമല്ലോ, അതൊന്ന് ജസ്റ്റ് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു പറ്റ നൈസായിട്ടുള്ള പൊടിയാവരുത്. ഒരു തരി പോലെ ഉണ്ടാവുന്നതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇത് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നതിലേക്ക്. അപ്പോൾ ഞാൻ അതും കൂടെയൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊരിച്ച എണ്ണ തന്നെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി എണ്ണ അധികം വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ചിക്കന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എണ്ണ എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഒരു ചിക്കൻ പൊരിച്ചതിൻ്റെ തന്നെ കുറച്ചും കൂടെ ഒന്ന് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ നമുക്ക് പൊരിച്ച് വെച്ച ചിക്കൻ ഒന്നും കൂടി ചേർക്കുക. അതൊന്ന് മിക്സാക്കി എടുത്താൽ നമ്മൾ ഇതിലേക്കുള്ള ഒരു മസാല റെഡി ആവും കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ കഴിക്കാത്തവരോ ഉണ്ടാക്കാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയോണ്ടി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള മന്തി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അവിടെ മസാല റെഡി ആയിക്കണ്. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. ചോറ് ഞാൻ അടുപ്പത്തു നിന്ന് തന്നെയാണ് ആക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ചോറ്. പിന്നെ അധികം സാധനങ്ങളൊന്നും വേണ്ട, വേഗം പരിപാടി കഴിയുമല്ലോ. അപ്പോൾ ഇതാട്ടോ അതിന് വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം ഉള്ളി അരിഞ്ഞതും പിന്നെ 2-3 പച്ചമുളക് അങ്ങനെ കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലി, പച്ചമല്ലി, കുരുമുളക് ഒക്കെ ഒന്ന് എണ്ണയിലേക്ക് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പട്ട, ഗ്രാമ്പു വേണമെങ്കിൽ അത് 1-2 ചെറിയ 2-3 പീസ് വെച്ചിട്ട് പട്ട, ഗ്രാമ്പു ഏലം ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മന്തീൻ്റെ മസാലയും കൂടെ ഞാൻ ഒരു എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസ് വെള്ള കളറിലാണ് വേണ്ടതെങ്കിൽ ഈ ഒരു പൊടി ഇടണമെന്നില്ല കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വേറൊരു കളറായി കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തു. ഇനിയിപ്പോൾ ഇതിലൊന്നും ഇടാനൊന്നുമില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാനേ ഉള്ളൂ. പിന്നെ ഉണക്കനാരങ്ങ ചേർക്കുക. അതുപോലെ ചിക്കൻ്റെ ആ ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടാൽ നല്ലതേനു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലേനു, അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല. പിന്നെ ഈ ഒരു ജഗ്ഗിന് 1 ജഗ്ഗ് അരി അതിന് എടുത്തിട്ടുണ്ടായിരുന്നത്, അതിന് 1.5 ജഗ്ഗ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണക്കനാരങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതോടെ തന്നെ നമ്മൾ വേഗം ചോറൊക്കെ ആയിക്കോളും. അപ്പോൾ ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അരി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയതാ ഒരു കൊട്ടയിൽ ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മളെ വെള്ളവും തിളച്ച് വന്നതാണ്. ഇനി അരി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ആദ്യമൊക്കെ ഒന്ന് നല്ലോണം തീ കത്തിച്ചിട്ട് ഒന്ന് ഇതാക്കുക. ചില ആൾക്കാരിത് നമ്മൾ സാധാരണ ചോറ് വെച്ചിട്ട് ഇങ്ങനെ ഊറ്റിയെടുക്കുന്ന പോലെ എടുക്കലുണ്ട് കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ ദമ്മിട്ടിട്ട് അങ്ങനെ തന്നെയാണ്, എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നല്. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കൽ. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. ബിരിയാണീൻ്റെ അത്ര പണിയൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും മടുപ്പില്ലാതെ കഴിക്കുകയും ചെയ്യുക, സിമ്പിളായിട്ട് പണിയും കഴിയും. അപ്പോൾ അതും അവിടെ ആവാൻ വേണ്ടി വെച്ചിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയാലൊന്ന് ദമ്മിട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇതവിടെ അടുത്ത സാധനം ഉപ്പച്ചി ഇവിടെ എടുത്ത് പറിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മത്തനുണ്ടായിരുന്നു, നല്ല മത്തനുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് കുറച്ച് ചപ്പ് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്നോട് പറഞ്ഞു. അതിനുപ്പച്ചി അതിൽ മത്തനുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അജുവിനും ഓരോന്ന് പറിച്ചിട്ട് അതും കൊണ്ടുപോയി വെക്കുന്നുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ട് ദമ്മ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു മയോണീസോ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ.
അപ്പോൾ അതാ നമ്മളെ കൂട്ടാനുള്ള ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി വന്നേൻ്റെ ആ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിന് മക്കൾക്ക്. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷമാണ് കേട്ടോ കുട്ടികൾക്ക്. എത്ര ഇവിടെ വന്നപ്പോൾ മുതൽ ഇപ്പച്ചി മുട്ടായി ആയിട്ടും അതും ഇതൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും എത്ര കിട്ടിയാലും അവർക്ക് മതിയാവില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ ഈ മക്കളെ കാര്യം. അപ്പോൾ അതാ ഇപ്പോൾ ഐസ്ക്രീമിൽ കൂടിയിരിക്കണം എല്ലാവരും. ബോൾ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്തതാ. ഞാനും ഒന്ന് കഴിച്ചിട്ടിരിക്കട്ടെ. ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല കേട്ടോ. വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് പോകാനുള്ള പരിപാടി നോക്കണം. ഒന്നാമത്തെ രാത്രിയൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ അധികം നിൽക്കണ്ട. ഇനിയിപ്പോൾ ആനയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഇവർക്ക് പേടിയായിക്കാരം കേട്ടോ നമ്മൾ രാത്രി പോകുമ്പോഴേ. അപ്പോൾ പിന്നെ വേഗം ചോറ് വിളമ്പാനൊക്കെ നോക്കുകയാണ്. ഇതാട്ടോ ചോറ് നല്ല പൊട്ടിപ്പോവാതെ, അരിയൊന്നും പൊട്ടിപ്പോവാതെ നല്ല ഇതിൽ തന്നെ ചോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ചോറ് വിളമ്പാൻ നോക്കുകയാണ്. ഞാൻ മയോണീസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒപ്പരം തന്നെ അങ്ങോട്ട് ഇരുന്നു. കുട്ടികളൊക്കെ അതിൻ്റെ മേലും ഞങ്ങളൊക്കെ ഇരുന്നു ചോറ് വയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഞാനും തിരിച്ചു പോവുകയാണ്, ആജും പോവുകയാണ്. അപ്പോൾ ഓളെന്തായാലും ഉപ്പച്ചി കൊണ്ടാക്കും. ബത്തേരി തന്നെയാണ് കേട്ടോ ഓളെ വീട്. ഓളെ കെട്ടിച്ചത് ബത്തേരിക്കാണ്. ഇവിടുന്ന് അടുത്തൊരു 10-12 കിലോമീറ്റർ പോകാനേ ഉള്ളൂ. എനിക്കാണെന്നുണ്ടെങ്കിൽ 10-45 കിലോമീറ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ബാവലിയിലേക്ക്. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മൾ വേഗം ചോറൊക്കെ വെച്ചിതാ ലഗേജൊക്കെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടിയിലേക്ക് ആജുവിനെ എന്തായാലും ഉപ്പച്ചി കൊണ്ടാക്കും. ഓളും ഇറങ്ങി. ഞങ്ങളൊപ്പരം തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ പിന്നെ മാറ്റാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഇവിടുന്ന് വണ്ടി കയറി അവിടെ പോയി ഇറങ്ങില്ല. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിനെ. അപ്പോൾ അതാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തുടർന്നൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ. അപ്പോൾ അതാ എല്ലാം പാക്കാക്കി എല്ലാ സാധനങ്ങളും വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ അങ്ങനെ വന്നിട്ട് നിന്നിട്ട് പോകുമ്പോഴേ മനസ്സിന് എന്തോ ഒരു ഇടങ്ങാറാണ്. പോകും വേണം ഇവിടെ നിൽക്കും വേണം എന്നൊക്കെ പറഞ്ഞ പോലത്തെ നമ്മൾ വീട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറായിരിക്കൂലേ മനസ്സിന്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുട്ടികൾക്കൊക്കെ സ്കൂള് മദ്രസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഒന്നും നിൽക്കലൊന്നും നടക്കൂല. അപ്പോൾ അതാ നമ്മളെ ലഗേജൊക്കെ പാക്കാക്കി നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.